ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിന്റെ വീട്ടിലോ വ്യക്തി ജീവിതത്തിലോ നീ അനുഭവിക്കുന്ന സഹനം, കണ്ണുനീര് എന്തിനെ ഓർത്തുകൊണ്ടാണ്? ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഒരു വ്യസനം, സങ്കടം ഉണ്ടാവും. എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ പ്രിയപ്പെട്ടവരും എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല, എന്നെ ഒഴിവാക്കുന്നു, എന്നോട് ആലോചന ചോദിക്കുന്നില്ല, ചില കാര്യങ്ങളിൽ അവർ കണക്ക് പറയുന്നു, എനിക്ക് കിട്ടേണ്ട സ്നേഹവും കരുണയും അവരിൽ നിന്ന് കിട്ടുന്നില്ല എന്നിങ്ങനെ വലിയ ഭാരം ഉള്ളിലുണ്ടാവും. ആ ഭാരം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് സങ്കടമായി മാറും. ആ സങ്കടത്തിൽ സാത്താൻ കയറി പ്രവർത്തിക്കും. നമുക്ക് അവരോട് വെറുപ്പും വിരോധവുമായിട്ട് മാറും. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ എൻ്റെ ജീവിതത്തെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഈശോയെ, കുരിശിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ നീയായി മാറാനുള്ള വലിയ ഒരു കൃപയാണതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോ മുറിവേറ്റ് രക്തം വാർന്നൊഴുകിയപ്പോഴാണ് ഈശോയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ടത്. എന്ന പോലെ നമ്മുടെ തനി സ്വഭാവവും വെളിപ്പെടുന്നത് അപ്രകാരം മുറിവേൽപ്പിക്കപ്പെടുമ്പോഴല്ലേ? യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറിവേൽക്കുന്ന ഓരോ അനുഭവങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള സങ്കടത്തെ നമുക്ക് ഒരു സ്തുതിപ്പാക്കി മാറ്റണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. എന്താണ് നിന്റെ സങ്കടം? ആ സങ്കടത്തെ ഒരു സ്തുതിപ്പാക്കി നമ്മൾ മാറ്റാൻ പോവാണ്. പ്രത്യേകിച്ച് നമ്മൾ കുടുംബത്തിൽ അനുഭവിക്കുന്ന സങ്കടം. ചിലപ്പോൾ മക്കളെ അത്ര കണ്ട് നമ്മൾ സ്നേഹിച്ച് വളർത്തി, അവർ തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നൊരു സങ്കടം ഉണ്ടാവും. അവർ നമ്മളെ അനുസരിക്കുന്നില്ല, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ, മാതാപിതാക്കളുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടം. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതിട്ടും ഈ മക്കൾ എന്താ ഇങ്ങനെയായിപ്പോയത്? നമുക്ക് അവരോട് അസ്വസ്ഥത തോന്നും. ജീവിത പങ്കാളി, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ജീവിത പങ്കാളി. നിന്റെ ജീവിത പങ്കാളി ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്ന തരത്തിൽ പെരുമാറുന്നില്ല. ഉത്തരവാദിത്തമില്ലായിരിക്കും, മടിയും അലസതയും ഉണ്ടാവും, ഒരു കാര്യത്തിൽ ഒരു ഉന്മേഷമില്ലായിരിക്കും, നിങ്ങളെ പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഒരുപക്ഷെ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കുന്നുണ്ടാവും. ഈശോയെ, ഈ അൾത്താരയുടെ മുമ്പിൽ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ദുഃഖത്തെ ഇതാ ഒരു സ്തുതിപ്പാക്കി മാറ്റുന്നു. നമ്മുടെ ഉള്ളിലുള്ള പരാതിയെ ഒരു സ്തുതിപ്പാക്കി മാറ്റണം. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരിക്കും. ഒരുപക്ഷെ കുടുംബത്തിലെ സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരം ഉണ്ടാവും. അർഹിച്ച പരിഗണന കിട്ടിയില്ല എന്നൊരു സങ്കടം ഉണ്ടാവും. അങ്ങനെയുള്ളവരിവിടെ ഉണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഒരുപക്ഷെ ചിലരുടെ ഉള്ളിലെങ്കിലും വല്ലാത്ത സങ്കടം, കർത്താവെ, എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ സഹിക്കുന്നു? എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ദേശത്തുള്ള മറ്റുള്ളവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം എന്തേ ഇങ്ങനെ സഹിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, കുരിശിലെ ഈശോ നിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന നിമിഷമാണ് ഓരോ സഹന, സങ്കട, വ്യസന സമയങ്ങളും. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് വിശ്വസിച്ചോ. ദേ, സ്നേഹം എന്നത് വെളിപ്പെടുന്നത് അത് സഹിക്കുമ്പോഴാണ്. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സ്വർഗീയ പിതാവിനോട് ചോദിക്കാറുണ്ട്, ദൈവമേ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സഹിക്കുന്നത്? എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ? എൻ്റെ വീട്ടിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ? സ്വർഗീയ പിതാവ് നമുക്കൊരു സുന്ദരമായ കാഴ്ച നൽകും. അത് കാൽവരി മലയിൽ കുരിശിൽ കിടക്കുന്ന ഈശോയാണ്. രക്തം വാർന്നൊഴുകുന്ന ഈശോയുടെ മുഖം. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖം മനസ്സിലൊന്ന് കണ്ട് പ്രാർത്ഥിക്കണം.
കാൽവരി മലയുടെ നെറുകയിൽ എനിക്ക് വേണ്ടി തൂങ്ങപ്പെട്ട യേശു. എൻ്റെ പ്രിയരെ, നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള ആ മുഖം ഒന്ന് മനസ്സിലേക്കൊന്ന് ധ്യാനിച്ച്, നിന്റെ തൊട്ട് മുമ്പിൽ കാൽവരി മല, ആ മലയുടെ നെറുകയിൽ ഉയർത്തപ്പെട്ട യേശുവിൻ്റെ കുരിശും കുരിശിലെ ഈശോയും. ഈശോയെ, ഈ കാൽവരി മലയുടെ നെറുകയിൽ ഞാൻ അങ്ങയെ കാണുന്നു. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കാണണം കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖം, ഈശോയുടെ ശിരസ്. ഇതാ മുൾക്കിരീടം ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ആഴത്തിൽ ഇങ്ങനെ തറയ്ക്കപ്പെട്ടിരിക്കുന്ന മുൾക്കിരീടം, രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നു. രണ്ട് കരങ്ങളും കുരിശോട് ചേർത്ത് വെച്ച് ആണികളാൽ അടിക്കപ്പെട്ട കൈകൾ, വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും വാർന്നൊഴുകുന്നു. രണ്ട് കാലുകളും കുരിശോട് ചേർത്ത് കെട്ടപ്പെട്ട ആണികളാൽ അടിക്കപ്പെട്ടിരിക്കുന്നു. കാൽവരി മലയിൽ ക്രൂശിതനെ ഞാൻ കണ്ടു. എൻ്റെ പ്രിയരെ, ഈശോയെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കട്ടെ. കാൽവരി മലയിൽ ക്രൂശിതനെ ഞാൻ കണ്ടു, മേനി മുറിവായി നിറഞ്ഞ യേശുവിനെ ഞാൻ കണ്ടു. ഈശോയെ കണ്ട് പ്രാർത്ഥിക്കണം. ക്രൂശിതനെ ഞാൻ കണ്ടു, ക്രൂശിതനെ ഞാൻ കണ്ടു, മേനി മുറിവായി നിറഞ്ഞ യേശുവിനെ ഞാൻ കണ്ടു. ദൈവത്തിന്റെ സഹനദാസനല്ലേ? ദൈവത്തിൻ സഹനദാസൻ കുരിശാൽ എന്നെ രക്ഷിച്ചു. ദൈവത്തിന്റെ സഹനദാസൻ, ദൈവത്തിൻ സഹനദാസൻ കുരിശാൽ എന്നെ രക്ഷിച്ചു. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മനസ്സിൽ കാണണം, നീ ഇപ്പോൾ നിൽക്കുന്നത് കുരിശിൻ്റെ മുമ്പിലാണ്. മറ്റൊരു ചിന്തയും വേണ്ട. കുരിശിൽ കിടക്കുന്ന ഈശോയുടെ കുരിശിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ശതാധിപൻ കുരിശിൽ കിടന്ന് മരിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനാണ്. ഇതാ നീയും അതുപോലെ തന്നെ കുരിശിൽ പെടഞ്ഞു മരിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് വിശ്വസിക്കണം. ഈശോയെ, നിന്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. വിശ്വസിക്കണം. കണ്ണടച്ച് രണ്ട് കരങ്ങൾ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലയ്ക്കകത്തുള്ള എല്ലാ ഓർമ്മകളും സമർപ്പിക്കണം. ഒത്തിരി ചിന്തകൾ പലരെയും പിടികൂടുന്നുണ്ടല്ലോ. ഇന്നലകളിലുണ്ടായ കുറെ അനുഭവങ്ങൾ തലയ്ക്കകത്ത് നിന്നെ വട്ടമിട്ട് വറക്കുന്നുണ്ടല്ലോ. കുറെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ. എൻ്റെ വീട്ടിൽ എനിക്ക് പരിഗണന കിട്ടുന്നില്ല, സ്നേഹം ലഭിക്കുന്നില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല, ജീവിത പങ്കാളിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല എന്നിങ്ങനെയൊക്കെ സങ്കടം ഉണ്ടാവും. സഹോദരങ്ങൾ എന്നെ പറ്റിച്ചുവെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ തലയ്ക്കകത്തുള്ള എല്ലാ ഓർമ്മകളിലേക്കും കാൽവരി മലയുടെ നെറുകയിൽ ഈശോ ഒഴുക്കിയ തിരുരക്തം ഇതാ നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ വെളിപ്പെടുന്ന സമയമാണ്. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ. എൻ്റെ പൊന്ന് കർത്താവെ, ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന യേശു മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്ന ഈശോയാണ്. യേശുവേ, ഈ സമയത്ത് എൻ്റെ ശിരസ് മുതലുള്ളങ്കാല് വരെ തിരുരക്തമൊഴുക്കി ഈ ഓർമ്മകളെ, ഇന്നലകളിലെ അനുഭവങ്ങളെ, എൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ ഈശോയെ കഴുകണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് ചേർന്ന് പ്രാർത്ഥിച്ചേ. തിരുവിനാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകണമേ, കഴുകേണമെന്നെയും എൻ്റെ പൊന്നു കർത്താവേ. പൊന്നു കർത്താവേ, ചേർന്ന് പ്രാർത്ഥിച്ച് പാടിക്കേ. തിരുവിലാവിൽ നിന്നൊഴുകും
കഴുകണമേ. എന്റെ പൊന്നു കർത്താവേ, ഈ സമയത്ത് സമർപ്പിക്കുമ്പോൾ ശിരസ് മുതൽ ഉള്ളങ്കാര വരെയുള്ള ശരീരത്തിലെ ഓരോ രോഗങ്ങളും പീഡകളും കൂടെ സമർപ്പിച്ചുകൊള്ളൂ. കർത്താവേ, എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല വരെ ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, ഭാരങ്ങൾ, ഉറക്കം കിട്ടാത്ത അവസ്ഥ, തലയ്ക്കുടെ വിങ്ങല്, വലിയ ഭാരം കർത്താവെ സമർപ്പിക്കുന്നു. ശരീരത്തിലെ ഓരോ അവയവങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. അത്രമേൽ നമ്മൾ സ്നേഹിച്ച ചിലർ നമ്മളെ ഉപേക്ഷിച്ചു. അത്രമേൽ നമ്മൾ സ്നേഹിച്ച ചിലർ നമ്മളെ മാറ്റി നിർത്തി, അവഗണിച്ചു. വല്ലാത്ത വിഷമം ഉള്ളിലുണ്ടാവും. ക്ഷമിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളുണ്ടാവും. ചിലർ നമ്മളെ ചതിച്ചു. വിചാരിച്ചില്ല അവരിങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ച് പറയുമെന്ന്. അങ്ങനെ എല്ലാം സംഭവിച്ചു. നമ്മുടെ ഉള്ളിൽ വല്ലാത്ത വിഷമം ഉണ്ടാവും. ഈശോയെ, എൻ്റെ നെഞ്ചിലെ എല്ലാ വിഷമങ്ങളും ഞാൻ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ചിലർക്ക് ഉറക്കം കിട്ടുന്നില്ല. എൻ്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, മകൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കും. പ്രതീക്ഷിക്കുന്നതനുസരിച്ച് അവർ പെരുമാറുന്നില്ല. വല്ലാത്ത ഭാരം. കർത്താവേ, എൻ്റെ നെഞ്ചിലെ എല്ലാ ഭാരവും ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റീവ് വികാരങ്ങൾ, നിഷേധാത്മക വികാരങ്ങൾ കിടപ്പുണ്ടാവും. ഭയത്തിൻ്റെ, നിരാശയുടെ, ദുഃഖത്തിൻ്റെ, അമിതമായ കോപത്തിൻ്റെ, ആത്മഹത്യ പ്രവണതയുടെ, അമിതമായ ഏകാന്തതയുടെ, ഒറ്റപ്പെട്ട ചിന്തകളുടെ, ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തം, ജഡികമായ ആസക്തികൾ, അങ്ങനെ തുടങ്ങിയ അനേക തെറ്റായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കും. നമ്മൾ പോലും അറിയാതെ സാത്താൻ നമ്മളെ പിടിച്ചോണ്ട് പോകും. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള ഈ ഏകാന്തതയും ഒറ്റപ്പെട്ട അനുഭവങ്ങളും കർത്താവേ, നിന്റെ തിരുരക്തത്താൽ കഴുകി എന്നെ സുഖപ്പെടുത്തണം. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ കർത്താവേ, എന്നെ കഴുകണമേ. ഈ സമയത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും കർത്താവിൻ്റെ വലിയ തിരുരക്തത്തിൻ്റെ ശക്തി ഒഴുകപ്പെടുന്ന സമയമാണ്. ഈശോ അനേകരെ, ഒന്നോ രണ്ടോ പേരല്ല, ദേ നമ്മളെല്ലാവരെയും, പറയുന്ന എന്നെയും കേൾക്കുന്ന ഓരോരുത്തരെയും യേശു തൻ്റെ തിരക്തമൊഴുക്കി സൗഖ്യപ്പെടുത്തുന്നു. ചെറുപ്പകാലം മുതലുള്ള മുറിവുകളും സങ്കടങ്ങളും ഈശോ ഇതാ രക്തമൊഴുക്കി സൗഖ്യപ്പെടുത്തുന്നു. നിന്റെ കണ്ണുനീര് ഈശോ കാണുന്നു. നിന്റെ വിഷമം ഈശോയ്ക്ക് അറിയാം. ഇതാ ഈശോ നിന്റെ പക്കലേക്ക് വരുന്നു. നീ ഭാരപ്പെടണ്ട. നീ ഒഴുക്കിയ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്, കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നുള്ള വചനം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിന്റെ തലയിലെ മുടി ഒഴിയുമ്പോൾ ഞാൻ അറിയുന്നു. ഈശോ നിന്നോട് പറയുന്നു, വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നു. മക്കളെ സ്നേഹിച്ചത് മണ്ടത്തരമായില്ല, മറിച്ചത് സ്നേഹമാണ്. ആ ത്യാഗമാണ് സ്നേഹം. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശു നിന്നിൽ അത്യധികം ശക്തമായി ഇടപെടുന്നു. എല്ലാവരും രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചോണം. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ചേർന്ന് പ്രാർത്ഥിച്ചു പാടിക്കേ. തിരിച്ചോരത്തുള്ളിയാൽ കഴുകണമേ എന്റെ പൊന്നു കർത്താവേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് മുമ്പിൽ ഈശോയുടെ രക്തം ഇതാ നിന്നിലേക്ക് ഒഴുകുന്നത് മനസ്സിൽ ഇങ്ങനെ കണ്ട് സ്തുതിച്ചോണം. യേശുവിൻ്റെ രക്തം നിന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ മനസ്സിലെല്ലാ മുറിവുകളും ഈശോ തൊടുന്നു. അനേക പേരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നിന്നെ ചേർത്ത് പിടിച്ച് സൗഖ്യപ്പെടുത്തുന്നത്. യേശുവിൻ്റെ രക്തം നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ശുശ്രൂഷ മേഖലകളിൽ നീ അനുഭവിച്ച എല്ലാ മുറിവുകളും ഈശോ ഇതാ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. നിന്റെ അയൽവാസികളിൽ നിന്ന് നീ അനുഭവിച്ച എല്ലാ മുറിവുകളും ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു. നിന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നീ അനുഭവിച്ചത് ഒരുപക്ഷെ വിചാരിച്ചു പോലുമില്ല ഇവരിങ്ങനെയൊക്കെ പെരുമാറും. ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്ന സമയം, നിന്റെ ഭാരത്തെ ഈശോ ഏറ്റെടുത്ത് സൗഖ്യപ്പെടുന്ന സമയം, അനേകരുടെ കണ്ണിൽ നിന്ന് കർത്താവ് ഇതാ കണ്ണുനീര് തുടച്ചനുഗ്രഹിക്കുന്നു. കണ്ണുനീര് തുടച്ചനുഗ്രഹിക്കുന്നു. ഒരു മകളുടെ തെറ്റായ ജീവിത വഴി ഓർത്തുകൊണ്ട് കരയുന്ന അമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ട്.
അമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ട്. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കാൻ അമ്മയ്ക്കൊരു കൃപ നൽകുന്നുണ്ടെങ്കിൽ അമ്മയിലൂടെ മകളെ കർത്താവ് രക്ഷിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. സാമ്പത്തികമായി വലിയൊരു ഭാരത്തിൽ കഴിയുന്ന ഒരു കുടുംബം എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ നിക്ഷേപമായിരുന്ന പണം മുഴുവൻ ഒരു ഏജന്റ് പറ്റിച്ചു. അതിന്റെ വിഷമത്തിലാണ് അവരിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ദേ കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നു. നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല, പറിച്ച് നിന്നെ രക്ഷിക്കാൻ ഒരുവനുണ്ട്. അവൻ കുരിശിൽ കിടന്ന് നിനക്ക് വേണ്ടി മരിച്ചവനാണ്. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ നാം സൗഖ്യപ്പെട്ടു. യേശു സഹിച്ച സഹനത്താൽ നാം രക്ഷപ്പെട്ടു. നീ എന്താണോ അത് യേശുവിന്റെ സഹനത്താൽ നീ നേടിയതാണ്. കാൽവരി മലയിൽ ഇതാ നിനക്ക് വേണ്ടി ഒഴുകപ്പെടുന്ന രക്തം, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണം. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് എല്ലാവരും കണ്ണുകളടച്ച് ആഗ്രഹിച്ച്, ഈശോയെ ഇപ്പോൾ തന്നെ എൻ്റെ മേൽ തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ. ആവർത്തിച്ച് പ്രാർത്ഥിച്ചോണം. ഇവിടെ ഈ ഗാനത്തിന്റെ വരികൾ പാടുമ്പോൾ നിന്നിലേക്ക് അഭിഷേകം, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് നിന്റെ രോഗങ്ങൾ, നിന്റെ ശാപങ്ങൾ, നിന്റെ പീഡകൾ, പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞിനെ ഇല്ലാത്തതിന്റെ ദുഃഖം, ഒരു വീട് വെക്കുന്നതിന്റെ ഭാരം, സ്ഥലം വാങ്ങുന്നതും വിൽപ്പനയോട് ബന്ധപ്പെട്ട ഭാരം, വിദേശത്ത് പോകുന്നതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ തടസ്സങ്ങൾ, സർട്ടിഫിക്കറ്റിന്റെ തടസ്സം, പഠന മേഖലയിലെ ഭാരം, ബന്ധ തകർച്ചകൾ, ഇതാ ഈശോ ഇടപെടുന്നു. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരിച്ചോരത്തുള്ളിയാൽ യേശുവേ കഴുകണമെന്നെയും എന്റെ പൊന്നു കർത്താവേ, ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. അനേകരുടെ ശരീരത്തിൽ അഭിഷേകം, അലർജി രോഗങ്ങൾ ഈശോ സുഖപ്പെടുത്തുന്നു. പൊന്നു കർത്താവേ, കുടുംബത്തിലൊരു മരണം നടന്നതിന് ശേഷം എപ്പോഴും വിഷാദിച്ചു കഴിയുന്ന ഒരു സ്ത്രീയെ ഇതാ ഈശോയുടെ രക്തമൊഴുക്കി സൗഖ്യപ്പെടുത്തുന്നു. നിന്റെ ദുഃഖത്തെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുന്നു. രണ്ട് കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ചുകൊണ്ട് ആവർത്തിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മകന്റെ തെറ്റായ ജീവിതത്തിൽ കരയുന്ന അപ്പന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ടാകും. നീ വിഷമിക്കേണ്ട, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേച്ച് വീഴുന്നൊരു സ്ത്രീയെ കർത്താവ് കാലിന് ബലം നൽകി അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ തിരുരക്തം നിന്നെ കഴുകുന്നു. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ. എന്റെ പൊന്ന് കർത്താവേ, തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമെന്നെയും പൊന്നു കർത്താവേ. തിരിച്ചോരത്തുള്ളിയാൽ കഴുകണമേ. പൊന്നു കർത്താവേ,